നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി LDFനെ തകർക്കാൻ വേണ്ടി ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തിയുമൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയിരുന്നത്. അന്തിച്ചർച്ച എന്ന പേരിൽ രാത്രി ഒരു പ്രഹസനം, ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പരിപാടിയായിരുന്നു അതെന്നൊക്കെ ഇപ്പോൾ നന്നായി തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനും ഈ പാർട്ടിക്കുമൊക്കെ നന്നായി മനസ്സിലാവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പോലീസിനകത്തുള്ള ചില പുഴുക്കുത്തുകളെ ജനം കാണുകയാണ്. ആ പുഴുക്കുത്തുകൾ നടത്തിയ ചില നികൃഷ്ട പ്രവർത്തികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് സമാനതകളില്ലാത്ത വലിയ പിന്തുണയാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ മുഖം അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ജനകീയത എങ്ങനെയാണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് എന്ന ഒരു ചോദ്യം ഉയർന്നപ്പോൾ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം PV അൻവറിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസിനകത്ത് കടന്നുകൂടിയ RSS ബന്ധമുള്ള ഈ ADGP അജിത് കുമാറിനെ പോലുള്ള, അതുപോലെ തന്നെ പോലീസ് സേനയെ അല്ലെങ്കിൽ പോലീസ് സേനയുടെ ആ ഒരു മുഖം വികൃതമാക്കുന്ന SP സുജിത് ദാസിനെ പോലുള്ള ആളുകളൊക്കെയാണ് സർക്കാരിൻ്റെ മുഖം, അതായത് സർക്കാരിൻ്റെ ജനകീയത ഇല്ലാതാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാധ്യമങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്. ADGP അജിത് കുമാർ, അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി അദ്ദേഹവും അതിൽ പങ്കാളിയായി എന്ന ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം RSSന്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയെയും അതുപോലെ തന്നെ രാം മാധവനെയും കണ്ടു എന്ന വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ RSS ബന്ധം ADGP അജിത് കുമാറിന് എതിരെ ആരോപിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയി കണ്ടതാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ടതാണ്, CPMും RSSും തമ്മിലുള്ള ബന്ധം പുറത്തു വരികയാണ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ ഇത്തരത്തിലൊക്കെ തുരപ്പൻ മനോഭാവം കാണിക്കുന്ന ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ, ഈ സർക്കാരിനെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന RSS ബന്ധമുള്ളവരെ ഈ സർക്കാർ കണ്ടെത്തി, ഭരണകക്ഷി MLA കണ്ടെത്തി എന്നല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് 2 കോടി രൂപ, അതായത് വിലയിട്ട RSSുമായി ഈ CPMന് ബന്ധമുണ്ട് എന്ന പച്ചക്കള്ളം നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ചില മാധ്യമ പ്രവർത്തകർ രാത്രി അന്തിച്ചർച്ചയും അല്ലാത്ത പല രീതിയിലുള്ള ചില വട്ടം കൂടിയിരുന്ന് ചില വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്തായാലും CPMന്റെ പ്രതിനിധികളെ AKG സെന്ററിൽ നിന്ന് അയക്കില്ല എന്ന് MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാധ്യമങ്ങളൊക്കെ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം ഇടതുപക്ഷത്തിനെ കടന്നാക്രമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണല്ലോ ഇവർ ബാക്ക് റേറ്റ് ഉയർത്തിക്കൊണ്ടിരുന്നത്, ഇവർ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് നോക്കി തന്നെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഈ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി, സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഈ അന്തിച്ചർച്ച എന്ന പേരിൽ നടത്തുന്ന പ്രഹസനത്തിന് ഇനി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പ്രവർത്തകരെ വിടുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് പ്രതിനിധികളെ വിടുന്നില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ചർച്ച നടന്നു. ഇനി ആളെ വിടേണ്ട എന്ന തീരുമാനം AKG സെന്റർ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നടക്കുന്ന അന്തിച്ചർച്ചയ്ക്ക് ഒരാളെയും വിടാത്ത സാഹചര്യമായി. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? അതായത് ഇടത് നിരീക്ഷകർ എന്ന പേരിൽ ഏതൊക്കെ കുറച്ച് ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. ഇടത് പക്ഷത്തിൽ നിന്ന്, അതായത് AKG സെന്ററിൽ നിന്ന് ഇടത് പ്രതിനിധികളെ അയക്കാതെ വന്നതോടുകൂടി തന്നെ മാധ്യമങ്ങളിൽ അന്തിച്ചർച്ച കാണൽ ജനങ്ങൾ അങ്ങ് തീർത്ത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് കുറച്ച് ടീമുകളെയൊക്കെ കൊണ്ടുപോയി ഇരുത്തി നോക്കി, ഒരു രക്ഷയില്ല. അവരെ എന്നിട്ട് കടന്നാക്രമണം നടത്തി നോക്കി. ഇനിയിപ്പോൾ ഇങ്ങനെ കടന്നാക്രമണം നടത്താൻ നേരത്തെങ്കിലും എന്തായാലും AKG സെന്ററിൽ നിന്ന് ആളെ വിടുമെന്ന് വിചാരിച്ചു, ഒരു രക്ഷയുമില്ല, വിടുന്നില്ല. അങ്ങനെ ഇപ്പോൾ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയൊക്കെ അമ്പേ പരാജയമായി പാളിയിരിക്കുകയാണ്. റേറ്റിംഗ് ഒക്കെ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. എന്തായാലും AKG സെന്റർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ മികച്ച തീരുമാനമാണ്. ഈ പറയുന്ന ADGP അജിത് കുമാറിന് RSS ബന്ധമുണ്ടെങ്കിൽ ADGP അജിത് കുമാർ CPMന്റെ മെമ്പറൊന്നും അല്ലല്ലോ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ADGP അജിത് കുമാറിനെതിരെ എടുക്കാനുള്ള നടപടികളൊക്കെ എടുക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അത് AKG സെന്ററിൽ നിന്ന് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യും. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. പിന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തിച്ചർച്ച, അതിൻ്റെ അജണ്ട എന്താണെന്ന് നന്നായി തന്നെ പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ, അതായത് മനഃപൂർവ്വം CPMനെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തിച്ചർച്ചകളിൽ എന്തായാലും ഇടത് പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന തീരുമാനം
തീർത്തും വളരെ മികച്ച തീരുമാനമാണ്. അതിന് വലിയ പിന്തുണയാണ് എന്തായാലും അനുഭാവികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ വാർത്തയുടെ കമന്റ് ബോക്സിൽ പല പ്രവർത്തകരും ഇടുന്ന കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും മികച്ച ഒരു തീരുമാനം തന്നെയാണ്. ഈ തീരുമാനം വളരെ കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതായത് മാധ്യമങ്ങളിലെ അന്തിച്ചർച്ച നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇടത് പ്രതിനിധിയെ കൊണ്ടുവന്ന് ഇരുത്തും, എന്നിട്ട് ഇടത് പ്രതിനിധിക്ക് സംസാരിക്കാൻ സമയം കൊടുക്കില്ല. എന്നിട്ട് ഈ അവതാരകരും ഈ കോൺഗ്രസിന്റെ വന്നിരിക്കുന്ന ടീമുകളും അതുപോലെ തന്നെ BJPയുടെ പ്രതിനിധിയും ഇവരൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് ഇവരുടെ സൈബർ ഇടങ്ങളിൽ ഇട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇപ്പം അതിന് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പാർട്ടിക്ക് നേട്ടം മാത്രമാണ്. അതായത് ഇപ്പോൾ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പറ്റില്ല. കാരണം സർക്കാർ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അയച്ചിരിക്കുന്ന പ്രതിനിധിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇത് ഔദ്യോഗികമായിട്ടുള്ള പാർട്ടിയുടെ നിലപാടല്ല ഈ നിരീക്ഷകർ പറയുന്നത്. അവരുടെ വാക്കിനൊക്കെ അത്രയൊക്കെ വിലയുള്ളൂ. അതുകൊണ്ട് അത് ഒരു പ്രവർത്തകരും പ്രചരിപ്പിക്കുന്നുമില്ല. ഒരു പ്രവർത്തകരും ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ആളെ അയക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആരും മാധ്യമങ്ങൾ കാണാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾ അമ്പെപ്പെട്ടു, നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം ഇവരുടെ വ്യാജ പ്രചരണം കാരണം വലിയ രീതിയിലുള്ള ക്ഷീണം LDFന് ഏൽക്കേണ്ടി വന്നു. ഇനി അങ്ങനെ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മികച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് മികച്ച ഒരു കാര്യമായി തന്നെ എന്തായാലും ഇപ്പോൾ പാർട്ടി മനസ്സിലാക്കുന്നു എന്ന് ആണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഇനി സർക്കാരിനെതിരെ ഉയരുന്ന പല ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമപരമായി പോരാടാനും പാർട്ടി തീരുമാനിച്ചിരിക്കുന്നുവെന്ന വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി പുറത്തു വരികയാണ്. നല്ലൊരു കാര്യമാണ്. സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ കൊടുക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് അടക്കം കൊടുക്കുമെന്നും പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വളരെ മികച്ച ചില തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നീങ്ങുന്നത്. ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും ഒക്കെ മാധ്യമങ്ങളുടെ കടന്നാക്രമണം ഇല്ലാതാക്കുക, മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടത് വിരുദ്ധ വാർത്തകൾ, സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ, ഇതിനെ ചെറുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് എന്തായാലും പാർട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു യുദ്ധം, ഈ ഒരു പോരാട്ടം വിജയം കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഭരണകക്ഷി MLA ആണ്. നമുക്കറിയാം ഈ പോലീസിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ചില നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഈ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന പല കാര്യങ്ങളുമൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വായിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സുജിത് ദാസിന് സസ്പെൻഷൻ, ഇനിയിപ്പോൾ ADGP അജിത് കുമാറിനെതിരെ അതിശക്തമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. P ശശിയുടെ കാര്യത്തിലും തെളിവുകൾ PV അൻവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ തെളിവുകൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ അന്വേഷിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കും. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തും. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർട്ടി നല്ലൊരു റൂട്ടിൽ തന്നെയാണ്. പാർട്ടി മുഖം മിനുക്കുന്ന തിരക്കിലാണ്. പാർട്ടി തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നതെന്ന് പാർട്ടിക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും ഈ പാർട്ടിയിൽ നിന്ന് അകന്നു നിന്ന സഖാക്കളൊക്കെ അടുക്കുകയാണ്. അതിന് വലിയൊരു കാരണക്കാരൻ PV അൻവർ തന്നെയാണ്. അതായത് പോലീസ് സേനയിൽ ഉണ്ടായ അല്ലെങ്കിൽ പോലീസുകാരുടെ ചില ഇടപെടലുകളാണ് ഈ പാർട്ടിയിലെ പല സഖാക്കളെയും ഈ പാർട്ടിയിൽ നിന്ന് ഒരു മാനസികമായി അകലാൻ അത് കാരണമായി മാറിയത് എന്ന സത്യം എന്തായാലും PV അൻവർ വിളിച്ചു പറഞ്ഞതോടുകൂടി തന്നെ ആ അകലം ഇല്ലാതാക്കാൻ PV അൻവർ പോരാട്ടം നടത്തിയതോടുകൂടി തന്നെ വീണ്ടും ഈ പാർട്ടിയിലേക്ക് തന്നെ സഖാക്കൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ആഞ്ഞടിക്കും. ഇവിടെ വീണ്ടും ചെങ്കൊടികൾ പാറിപ്പറക്കും. ഒരു തുടർഭരണ സാധ്യത വീണ്ടും തെളിയുകയാണ്. അങ്ങനെ ഒരു സാധ്യതയിലേക്ക് തെളിയാൻ എന്തായാലും PV അൻവറിന്റെ പോരാട്ടം വലിയ രീതിയിൽ വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. എന്തായാലും PV അൻവറിന്റെ പോരാട്ടത്തെയും അതുപോലെ തന്നെ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ വളച്ചൊടിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റാനുമൊക്കെ ഇവിടുത്തെ ഇടത് വിരുദ്ധ മാധ്യമങ്ങൾ, വലത് മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. അതും പരാജയപ്പെടുത്തുകയാണ് പാർട്ടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.